educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before the new. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss not knowing. ഹലോ ഫ്രണ്ട്സ്, സോ നമ്മൾ 2024 വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിലാണ് ഞാൻ എൻ്റെ 2024 വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ പഴയ വിഷൻ ബോർഡിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. എനിക്ക് ഇതുപോലത്തെ വേറെ കാർഡ് ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതിൽ നല്ല വൃത്തിയുള്ള പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. സോ എൻ്റെ വിഷൻ ബോർഡിലെ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. സോ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ വിഷ് എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ഞാൻ ഇതുപോലെ ഗൂഗിളിൽ നിന്ന് എടുക്കും. സോ നിങ്ങൾക്ക് എന്താണോ കൺവീനിയന്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത്, മേ ബി നിങ്ങൾക്ക് എഴുതി വെക്കുന്നതായിരിക്കാം. പക്ഷെ വിഷൻ ബോർഡ് നമ്മൾ എപ്പോഴും ഇതുപോലത്തെ നമ്മുടെ വിഷൻ എങ്ങനെയുള്ളതാണോ, നമ്മുടെ ആഗ്രഹം എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾ ആക്ച്വലി വിഷൻ ബോർഡിൽ വെക്കുന്നത്, അതിന്റെ പിക്ചർ. ഓക്കെ, എൻ്റെ 2024 2 വിഷനാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ നിങ്ങൾക്കത് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. അതിനു മുൻപ് നിങ്ങൾ വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ഉണ്ടാവുന്ന സംശയമായിരിക്കാം. കാരണം എല്ലാവർക്കും ഒരു പ്രൈവസി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു പ്രൈവസി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മേ ബി നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളായിരിക്കാം. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിങ്ങൾക്ക് പ്രൈവസി ഉണ്ടാവില്ല. സോ ഇതുപോലത്തെ ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൈവറ്റ് പ്ലേസ്, അത് മേ ബി നിങ്ങളുടെ ക്ലോത്ത് ഒക്കെ വെക്കുന്ന പ്ലേസ് ആയിരിക്കാം, നിങ്ങളുടെ കബേർഡ് ആയിരിക്കാം, അലമറ. ഓക്കെ, സോ അങ്ങനത്തെ പ്ലേസിൽ വെക്കാം. ഓർ നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങൾക്കായിട്ട് ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കാം. നിങ്ങൾക്ക് വേറെ ആളുകൾ കണ്ടാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ തന്നെ വെക്കാം. ഇത് വേറെ ആളുകൾ കണ്ടുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കഴിയുന്നത് നിങ്ങൾക്ക് ആ ഒരു പ്രൈവസി ആയിട്ട് വെക്കാൻ ശ്രമിക്കാം. അതല്ലാത്തവര് നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ ഒട്ടും പ്രൈവസി ഇല്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിഷൻ ബോർഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് വെക്കാം, നിങ്ങളുടെ വാലറ്റിൽ വെക്കാം, നിങ്ങളുടെ പേഴ്സിൽ വെക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു പേപ്പറിൽ ഇതുപോലത്തെ നിങ്ങളുടെ വിഷസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. കാരണം വിഷൻ ബോർഡ് നമ്മൾ എപ്പോഴും കാണണം. ഓക്കെ, അത് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മേ ബി നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകും. എൻ്റെ ലൈഫിലെ എൻ്റെ വിഷൻ ബോർഡിലുള്ള മിക്ക കാര്യങ്ങളും ചിലതൊക്കെ ഞാൻ വിട്ടുപോകും, പക്ഷേ ഞാൻ ഡെയിലി കാണുന്ന കാര്യമായിരിക്കാം. പലതും ഞാൻ വിട്ടുപോകുന്ന സമയത്തായിരിക്കാം എൻ്റെ ലൈഫിലേക്ക് അത് വരുന്നുണ്ടായിരിക്കാം. സോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഞാൻ 1-2 വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. സോ എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങളൊരു ലിമിറ്റ് വെക്കാതിരിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു തോട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, വിഷൻ ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈവൻ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഡെയിലി നമ്മൾ ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് അലൈൻഡ് ആവും, ആ ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേർഷനിലേക്ക് നമ്മൾ നാച്ചുറലി അലൈൻഡ് ആവും. ഓൾറൈറ്റ്, സോ ഞാൻ നോർമലി എൻ്റെ വിഷൻ ബോർഡിൽ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മേജർ ആയിട്ടുള്ള വിഷസ് വേറെ ഉണ്ടായിരിക്കണം. കഴിയുന്നത് എൻ്റെ അത്ര വലിയൊരു പ്രയോറിറ്റി ഇല്ലാത്ത വിഷസ് ആയിരിക്കാം ഞാൻ മിക്കവാറും ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എനിക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കാം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, പക്ഷെ എന്നാലും എൻ്റെ ഒരു മേജർ വിഷ് അതായിരിക്കണം എന്നില്ല. കഴിയുന്നത് ഞാനത് സ്വകാര്യമായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ചില ആഗ്രഹങ്ങളൊക്കെ. സോ നമ്മളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നടന്ന് ശരിയാവുന്നത് വരെ കഴിയുന്നത് നമ്മൾ ആളുകളായിട്ട് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ഈ വിഷൻ ബോർഡിൽ എൻ്റെ ഈ ഒരു 2 കാര്യങ്ങളാണ്. ഇത് എന്താന്നുള്ളത് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് ഈ ഒരു വിഷൻ ബോർഡ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം.
സോ നമ്മൾ നമ്മുടെ വിഷൻ ബോർഡ് ഇതുപോലെ നല്ല ചാർട്ടൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെ ഞാൻ വിഷൻ ബോർഡ് എന്നൊക്കെ 2024 വിഷൻ ബോർഡ് എന്നൊക്കെ എഴുതണം. സോ ഈ 2 കാര്യമാണ് നമ്മളിവിടെ ഒട്ടിക്കാൻ പോകുന്നത്. ഈ 2 കാര്യം മാത്രമല്ല, ഇത് 2 മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുള്ളൂ. സോ ഈ വർഷം ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, അത് ആക്ച്വലി ഞാനൊരു കൺഫർമേഷനിലേക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഈ വർഷം എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു പിക്ചർ ഇത് നിങ്ങൾക്കറിയാം, ഒരു ലേഡി ഓഡിയൻസിന്റെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്നത്. സോ ലാസ്റ്റ് ഇയർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. സോ അത് നമ്മൾ സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇയറിന് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും നേരിട്ട് കാണുക എന്നുള്ളതാണ്, ഒരു സ്റ്റേജിലൂടെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു വേറൊരു ആഗ്രഹം എന്ന് പറയുന്നത്. സോ ഈ വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതുപോലത്തെ ഓഡിയൻസ്, അതുപോലത്തെ ഒരു സ്റ്റേജ്, അതുപോലെ ഞാൻ പെർഫോം ചെയ്യുന്നതാണ്. അതെന്റെ വലിയൊരു ആഗ്രഹമാണ്, നിങ്ങളൊക്കെ നേരിട്ട് കാണുക എന്നുള്ളത്. സോ ഇത് 2024 എൻ്റെ ഒരു മേജർ വിഷൻ തന്നെയാണ് കേട്ടോ. സോ അതെന്റെ വിഷൻ ബോർഡിലെ ഒരു കാര്യമാണ്. ആൻഡ് രണ്ടാമതായിട്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാം ന്യൂ യൂട്യൂബ് ചാനൽ. സോ നമുക്കറിയാം നമുക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉണ്ട്, മലയാളത്തിലുണ്ട്. സോ എൻ്റെ ഒരു ആഗ്രഹം 2024 ഇംഗ്ലീഷ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ടാരോ ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ കൂടെ അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ ടൈമിന്റെ പ്രോബ്ലം കൊണ്ട് എനിക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ വർഷം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ടൈം എടുത്ത് നല്ല എഫേർട്ടോട് കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ പുതിയ ഇംഗ്ലീഷ് ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. സോ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സോ ഈ ഒരു 2 കാര്യമാണ് എൻ്റെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യുന്നത്. സോ ഇതെനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഒട്ടിക്കും, അതിന്റെ കൂടെ തന്നെ ഞാൻ എഴുതുന്നുണ്ടായിരിക്കണം. മേ ബി 2024 നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം. പല ആളുകളും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. സോ വിഷൻ ബോർഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഫോട്ടോ നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടും അല്ലെ. സോ നിങ്ങൾക്ക് എന്താണോ കൂടുതൽ നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങളുടെ ആഗ്രഹമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമേജ് ഏതാണോ അത് നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു റൊമാൻറ്റിക് പിക്ചർ ആയിരിക്കാം, മാരേജിന്റെ പിക്ചർ ആയിരിക്കാം. സോ നിങ്ങൾ എങ്ങനത്തെ ഒരു ലൈഫാണോ, എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലൈക്ക് വിഷൻ ബോർഡിലാണെന്നുണ്ടെങ്കിലും ഈവൻ നിങ്ങളുടെ ഫോണിലോ എവിടെയാണോ നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾ വെക്കുക. ഓക്കെ, ചില ആളുകൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിരിക്കാം, ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ആയിരിക്കാം, ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ പിക്ചർ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, സോ മനസ്സിലാക്കുക, നിങ്ങളുടെ 2024 ഒരു വിഷനും എന്താഗ്രഹം ആയിക്കോട്ടെ അതിനൊരു ലിമിറ്റ് നിങ്ങൾ വെക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് അത് എങ്ങനെ പോസിബിൾ ആവോ, അത് പോസിബിൾ ആവോ, എന്തൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിലൊരു ലിമിറ്റ് വെക്കാതെ നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷൻ ബോർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു പ്ലേസിൽ ഇത് നിങ്ങളാണെന്ന് തന്നെ സങ്കല്പിക്കാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഒരു വിഷൻ ബോർഡിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം ഇതെനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് എന്താണോ 2024 ആവേണ്ടത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ഒരു ചെറിയൊരു ബോർഡിൽ കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം, ജോലി ആയിരിക്കാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു വലിയൊരു പാഷൻ ആയിരിക്കാം, ഡ്രീം ആയിരിക്കാം. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ ഇതുപോലെ എടുക്കുക. ഗൂഗിളിൽ ഇഷ്ടം പോലെ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ. സോ എടുക്കുക, ഫോട്ടോ പ്രിന്റ് എടുക്കുക. ഫോട്ടോ പ്രിന്റ് എടുക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കളർ പ്രിന്റ് എടുക്കുക. നിങ്ങൾക്ക് എന്താണോ കൺവീനിയന്റ്, നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങളുടെ മാക്സിമം ക്രിയേറ്റീവ് ആയിട്ടുള്ള പാട്ട് കൂടെ അതിൽ യൂസ് ചെയ്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ.